പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ അടുത്ത എതിരാളിയായി വരാൻ സാധ്യതയുള്ള 3 റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റാണ്. അതുപോലെ തന്നെ ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചന കിങ് ആൻഡ് ക്വീൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്ന് കഴിഞ്ഞ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെ സക്സസ്ഫുള്ളായി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റണ്ണ് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്റ്റോറി ലൈനിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഡിഫെൻസുകൾ മത്സരങ്ങൾ അതിഗംഭീരമാണെന്നുള്ളൊരു അഭിപ്രായത്തിൽ ആർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല എന്ന് കരുതുന്നു. കോഡി റോഡ്സ് ഇനി ആരെ നേരിടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാനുള്ള 3 റെസ്ലേഴ്സിലെ ആദ്യത്തേത് എജ് സ്റ്റൈൽസ് ആണ്. നമുക്കറിയാം ഓൾറെഡി കോഡി റോഡ്സ് എജ് സ്റ്റൈൽസിനെയാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഡിഫെൻസിൽ നേരിട്ടത്. അദ്ദേഹം എജ് സ്റ്റൈൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. എന്നാൽ എജ് സ്റ്റൈൽസിന് ഒരു റീമാച്ച് കൂടി വേണം എന്നുള്ളത് എജ് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ ഓൾഡിസിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഓൾഡിസ് അത് നൽകാൻ തയ്യാറായില്ല. അതിൽ കലിപ്പൂണ്ടുകൊണ്ട് എജ് സ്റ്റൈൽസ് കോഡിയെ ആക്രമിക്കാനും അതിലൂടെ ഇരുവരും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന ഇനി അടുത്ത മാസം നടക്കാൻ പോകുന്ന സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വരാനും സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് LA നൈറ്റ് ആണ്. LA നൈറ്റും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു മത്സരം ഡ്രീം മാച്ചായി കുറേയധികം ആരാധകർ കാണുന്നുണ്ട്. കാരണം രണ്ടു പേർക്കും ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് വമ്പൻ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരം വെക്കുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ LA നൈറ്റും കോഡി റോഡ്സും ഫേസ് ക്യാരക്ടേഴ്സാണ്. പ്രത്യേകിച്ചൊന്നും നമുക്ക് ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായി ഒന്നും കാണാൻ സാധിക്കില്ല. ഒരു മികച്ച മത്സരം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും നമുക്ക് മത്സരം മികച്ചതാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. എന്തായാലും കോഡി റോഡ്സിന് തന്നെയാണ് അവിടെയും വിജയ സാധ്യത കൂടുന്നത്. മൂന്നാമത്തേത് സോളോ സിക്കോവയാണ്. സോളോ സിക്കോവ തൻ്റെ ട്രൈബൽ ചീഫായ റോമൻ റീൻസിന് വേണ്ടി സോളോ സിക്കോവ മുന്നോട്ട് വന്ന് അദ്ദേഹം ഒരു റിവെഞ്ച് എടുക്കുന്ന രീതിയിൽ കോഡി റോഡ്സിനെതിരെയുള്ള ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നു. അത് കോഡി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ ഇരുവരും തമ്മിലുള്ള ഒരു മത്സരം, അതിലും കോഡി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കോഡിക്ക് ബ്ലഡ് ലൈനെതിരെയുള്ള ഒരു സ്റ്റോറിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ വേണമെങ്കിൽ റോമൻ റീൻസിൻ്റെ ഒരു തിരിച്ചുവരവിനും അവർക്ക് വഴികൾ തുറന്നിടാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ സാധ്യതകൾ മുന്നിലുണ്ട്. എന്തായാലും കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് ടൈറ്റിൽ ഡിഫൻസ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സൂചനയാണ്, ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ന് കഴിഞ്ഞ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്രോക്ക് ലെസ്നറുടെ പേര് മെൻഷൻ ചെയ്യുന്നതായി നമുക്ക് കേൾക്കാൻ സാധിച്ചു. കമൻറ്റേറ്ററും ഹോൾ ഓഫ് ഫെയിമറും ആകാൻ സാധ്യതയുള്ള വ്യക്തിയായ മൈക്കൽ കോളാണ് ബ്രോക്ക് ലെസ്നറുടെ പേര് മെൻഷൻ ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ ബ്രോക്കിൻ്റെ ഒരു പേര് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മെൻഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് തിരിച്ചുവരവിൻ്റെ ഒരു സൂചന നൽകുന്നത് തന്നെയാണെന്നാണ് നിലവിൽ എല്ലാ റെസ്ലിംഗ് ജേർണലിസ്റ്റുകളും വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഒരു പേര് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഗിന്തറും റാൻഡി ഓർട്ടനും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നതിന് മുൻപും കിങ് ഓഫ് ദ റിംഗിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു പോകുന്ന സമയത്താണ് ബ്രോക്കിൻ്റെ പേര് മൈക്കൽ കോൾ എടുത്തു പറഞ്ഞത്. അതായത് കിങ് ഓഫ് ദ റിംഗ് വിജയിച്ച് ബ്രോക്ക് ലെസ്നർ വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്ത ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതിനു മുൻപ് സമ്മർ സ്ലാമിൽ വേൾഡ് ടൈറ്റിലിന് കിങ് ഓഫ് ദ റിംഗ് വിജയിച്ച ചലഞ്ച് ചെയ്ത ഏക റെസ്ലർ അത് ബ്രോക്ക് മാത്രമാണെന്നും അതിനുശേഷം ഇപ്പോഴാണ് ആ ഒരു റൂള് തിരികെ കൊണ്ടുവരുന്നത് എന്നുമാണ് മൈക്കൽ കോൾ പറഞ്ഞത്. അപ്പോൾ റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗിന്തറിന് ആ കിങ് ഓഫ് ദ റിംഗ് വിജയിക്കാനും സാധിച്ചു. ബ്രോക്കിൻ്റെ പേരാണെങ്കിൽ ഇവരുടെ മത്സരത്തിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബ്രോക്കും ഗുന്തറും തമ്മിലുള്ള ഒരു മത്സരം വരുന്നതിന് ഇൻഡയറക്റ്റായി അവർ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുകയാണോ എന്നുള്ള ഒരു ചെറിയൊരു സംശയവും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും പോൾ ഹേമൻ്റെ ഹോൾ ഓഫ് ഫെയിം സ്പീച്ചിനോട് അനുബന്ധിച്ച് അവർ പ്രത്യേക വീഡിയോ പാക്കേജിൽ വരെ ബ്രോക്കിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോൾ ഹേമൻ്റെ ഹോൾ ഓഫ് ഫെയിം സ്പീച്ചിൽ പോൾ ഹേമൻ ബ്രോക്കിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നിലധികം തവണ ബ്രോക്കിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പോൾ ഹേമൻ്റെ ആ ഒരു കരിയർ ജേണിയിൽ ഒരിക്കലും ബ്രോക്കിൻ്റെ പേര് ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പക്ഷേ WWE വിൻസ് മെക്മാനെതിരെ വന്ന ചില ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങളിൽ ബ്രോക്കിൻ്റെ പേരും ഇൻഡയറക്റ്റായി ഉൾപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാക്സിമം ബാൻ ചെയ്തിടാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാനാണ് WWE ശ്രമിച്ചത്. അതിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്നു. ബ്രോക്കിൻ്റെ പേര് അവർ മെൻഷൻ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. പ്രീമിയം ലൈവ് ഇവൻറ്റുകളിലും വീക്ക്ലി എപ്പിസോഡുകളിലും സോഷ്യൽ മീഡിയയിലും ബ്രോക്കിൻ്റെ പേര് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നതിലൂടെ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് ഉടനെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.